നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തില്ല എന്ന നിർണായക പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ. സംഘർഷഭരിതമായ ഈ തന്ത്രപ്രധാനമായ കടലിടുക്കിലൂടെ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയാണ് ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ശത്രു രാജ്യങ്ങളായ US, ഇസ്രായേൽ എന്നിവയുടെയും മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൽ അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് ഈ കടലിടുക്കിലൂടെ പോകാൻ അനുമതി ഉണ്ടായിരിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. നിരവധി കപ്പൽ ഉടമകളും അവരുടെ രാജ്യങ്ങളും ഞങ്ങളെ സമീപിക്കുകയും കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സൗഹൃദപരമായി കാണുന്ന ചില രാജ്യങ്ങൾക്കോ മറ്റു കാരണങ്ങളാലോ ഞങ്ങളുടെ സായുധ സേന സുരക്ഷിത പാതയൊരുക്കിയിട്ടുണ്ട്. ചൈന, റഷ്യ, പാകിസ്ഥാൻ, ഇറാഖ്, ഇന്ത്യ ഇതിൽ ഇന്ത്യയുടെ 2 കപ്പലുകൾ ഏതാനും രാത്രികൾക്ക് മുമ്പ് കടന്നുപോയി. മറ്റു ചില രാജ്യങ്ങളും ബംഗ്ലാദേശ് പോലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങൾ ഞങ്ങളുമായി സംസാരിച്ച് ഏകോപനം നടത്തിയവയാണെന്നും യുദ്ധത്തിനു ശേഷവും ഇത് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനിടെ ആഭ്യന്തര പാചകവാതക ക്ഷാമം ലഘൂകരിക്കുന്നതിനും ഹോർമോസ് കടലിടുക്കിലെ തടസ്സങ്ങൾ മറികടക്കാനും ഇന്ത്യ ഇറാനിൽ നിന്നും ദ്രവീകൃത പെട്രോളിയം വാതകം 56 വീണ്ടും ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ഇറാനിയൻ LPG കപ്പൽ മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. ഈ ഇടപാടുകൾക്ക് രൂപയിലാകും പണം നൽകുക. LSEG ട്രേഡ് ഡാറ്റയും 3 വ്യവസായ വൃത്തങ്ങളും ഇത് വർഷങ്ങൾക്കു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഇറാനിയൻ LPG ഇറക്കുമതിയായാണ് സ്ഥിരീകരിക്കുന്നത്. അമേരിക്ക ഇറാനുമേലുള്ള ക്രൂഡ്, ശുദ്ധീകരിച്ച ഇന്ധന കയറ്റുമതി, ഉപരോധങ്ങൾ എന്നിവ താൽക്കാലികമായി നീക്കിയതാണ് ഇതിന് വഴിയൊരുക്കിയത്. ലോകത്തെ 2ാമത്തെ വലിയ LPG ഇറക്കുമതിക്കാരായ ഇന്ത്യ കടുത്ത വാതക ദൗർലഭ്യം നേരിടുന്ന ഘട്ടത്തിലാണ് ഈ സുപ്രധാനമായ നീക്കമുണ്ടായത്. ഗാർഹിക ആവശ്യങ്ങൾക്കായി പാചകവാതകം ഉറപ്പാക്കാൻ സർക്കാർ വ്യവസായശാലകളിലേക്കുള്ള വിതരണം നേരത്തെ കുറച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യ 33.15 ദശലക്ഷം മെട്രിക് ടൺ LPG ഉപയോഗിച്ചു. ഇതിൽ ഏകദേശം 60% ആവശ്യകതയും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റിയത് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. LPG ഇറക്കുമതിക്കായി ഇന്ത്യ ഇപ്പോഴും മിഡിൽ ഈസ്റ്റ് വിതരണക്കാരെയും കാര്യമായി ആശ്രയിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറക്കുമതിയുടെ 90% അവർ നൽകി. US, ഇസ്രായേൽ, ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഊർജ വിതരണത്തിലെ തടസ്സങ്ങൾ ബദൽ സ്രോതസ്സുകൾ വഴിയും തേടാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയായിരുന്നു. എന്തായാലും തൽക്കാലം ഹോർമോസ് ഇന്ത്യയെ ചേർത്ത് പിടിക്കുകയാണ്.